ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ പുതിയൊരു കിട്ടിലൊരു തമിഴ് മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ഷൻ മൂവിയാണ്. ഏത് മൂവി എന്നല്ലേ, ബ്ലാസ്റ്റ് എന്ന് പറയുന്ന മൂവിയാണ്. അർജുൻ സർജര നല്ലൊരു കിട്ടിലൊരു ഫൈറ്റ് പടം, കരാട്ടെ. സോ എങ്ങനെയുണ്ടെന്നറിയണ്ടേ മൂവി? ഗൈസ്, മൂവി അല്ല, സൂപ്പർ ഇടിപ്പടം. ഇടിയെന്ന് വെച്ചാൽ നാടൻ തല്ലല്ല, കരാട്ടെ. അതാണ് ഈ ഒരു മൂവിയുടെ തീമെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറി, നല്ല മേക്കിംഗ്, നല്ല കുറേ സംഭവങ്ങളുണ്ട്. മെയിൻലി കരാട്ടെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഒരു സാധാരണ ഫൈറ്റ് പടമല്ല, കരാട്ടെ ബേസ് ചെയ്തിട്ടുള്ള ഫൈറ്റ് പടമാണ്. നല്ലൊരു കിട്ടില്ല മൂവിയാണ്. സോ ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണ് ഈ മൂവി പോകുന്നതെന്ന് വെച്ചാൽ, ഇതൊരു ഫാമിലി തീമിൽ വരുന്ന മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസിനും വളരെയധികം ഇഷ്ടപ്പെടും. നമുക്ക് കുട്ടികളെ കൊണ്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും ധൈര്യമായിട്ട് പോയിരുന്നു കാണാം. ഒരു വൾഗാരിറ്റിയും ഇല്ല. നല്ല ക്ലീൻ പടം. ഒരു ഫൈറ്റ് പടമാണ്, ബട്ട് മൂവി ക്ലീനാണ്. വേറെ ഫൈറ്റ് ആണെങ്കിലും വയലൻസ് സംഭവങ്ങളൊക്കെ അധികമൊന്നുമില്ല. ചെറിയ ഫൈറ്റ് അങ്ങനത്തെ ഒരു സംഭവമുള്ളൂ. അല്ലാതെ ബ്ലഡ് ഷെഡും അങ്ങനത്തെ ഒരു സംഭവമില്ല. സോ അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ടുപോയിരുന്നു കാണാം, ഫാമിലി ആയിട്ടും പോയിരുന്നു കാണാം. അങ്ങനത്തെ ഒരു പടം. ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ഫാമിലി കാണിക്കുന്നു, ആ ഫാമിലിയെ പറ്റിയുള്ള സ്റ്റോറി വരുന്നു. അങ്ങനത്തെ ഒരു ഇതിൽ പോകുന്നൊരു ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ സ്റ്റോറി ഇങ്ങനെ ബിൽഡായി വരുന്നുണ്ട്. അതിലെ വില്ലനാണെങ്കിൽ പോലും ആ ഒരു ഫസ്റ്റ് ഹാഫിലാണ് അത്യാവശ്യം. ആ ഒരു സെക്കൻഡ് ഹാഫിൽ കൊടുക്കാനുള്ള 5 സംഭവങ്ങൾ ഫസ്റ്റ് ഹാഫിൽ എടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു വില്ലനിസം വരുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. സോ അതിലാണ് അർജുൻ സർജ ആൻഡ് ഫാമിലി ഇൻക്ലൂഡ് ആവുന്നതും. സോ നല്ലൊരു ഫസ്റ്റ് ഹാഫ്, നമുക്ക് എക്സൈറ്റിങ്ങും എൻഗേജിങ്ങും ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ പീക്ക് ലെവൽ കരാട്ടെ ഫൈറ്റ് സീന് വരുന്ന ഒരു സെക്കൻഡ് ഹാഫാണ്. സോ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ഫാസ്റ്റ് പേസിൽ മൂവ് ചെയ്യുന്നതാണ്. കാരണം അത്യാവശ്യം നല്ല ഫൈറ്റ് സീൻസും എല്ലാം ഉണ്ട്. ഇതിൽ ഒരാളല്ല ഫൈറ്റ് ചെയ്യുന്നത്, ഇതിൽ 3 പേര്, ഒരു ഫാമിലിയോട് ഫൈറ്റ് ചെയ്യുന്നത്. സോ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സോ സെക്കൻഡ് ഹാഫും കിടിലം, ക്ലൈമാക്സും പക്ക. നല്ലൊരു സ്റ്റോറിക്ക് പറ്റിയൊരു ക്ലൈമാക്സ് എൻഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. സർപ്രൈസോ ട്വിസ്റ്റോ അങ്ങനത്തെ ഒരു സംഭവമല്ല. ആ സ്റ്റോറി എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ആ ഒരു ഫ്ലോയിൽ എൻഡ് ചെയ്യുന്ന ഒരു നല്ലൊരു ക്ലൈമാക്സുമാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ ആരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അർജുൻ സർജ, പുള്ളി ലുക്കുമാണ്. പുള്ളി ഈ മൂവിക്ക് ആപ്റ്റാണ്. കറക്റ്റ് പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പുള്ളിയാണ്. കാരണം പുള്ളി ആ ഒരു കരാട്ടെ മാസ്റ്ററായിട്ടാണ് ഈ ഒരു മൂവിയിൽ വരുന്നത്. പിന്നെ പ്രീതി മുകുന്ദനുണ്ട്, നമ്മുടെ സർവമായുള്ള ഒരു ആക്ട്രസ്സാണ്. പുള്ളിക്കാരി നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി ഈ അർജുൻ സർജയുടെ മോളാണ്. സോ ഒബ്വിയസ്ലി ഒരു സാറിൻ്റെ കരാട്ടെ മാസ്റ്ററിൻ്റെ സാറിൻ്റെ മോളാണ്. കരാട്ടെ നന്നായിട്ട് അറിയാം. പിന്നെ അഭിരാമി പുള്ളിയുടെ ഫാമിലി വൈഫാണ്, കരാട്ടെ അറിയാം. ഇവർ 3 പേരുമാണ് ഈ ഒരു മൂവീനെ കിട്ടില്ല ഫൈറ്റൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത്. അത് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. ഇവർ ലേഡീസ് ആണെങ്കിലും കരാട്ടയിൽ അങ്ങേറ്റം കിട്ടില്ല. നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ്ലി അവർ ആ ഫൈറ്റ് സീക്വൻസസ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും സമ്മതിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൽ ജോൺ കോക്കൻ എന്ന് പറയുന്ന പുള്ളിയാണ് വില്ലനായിട്ട് അഭിനയിച്ചേക്കുന്നത്. ഭയങ്കര സ്വാഗാണ് കേട്ടോ പുള്ളി എന്നാ ലുക്കാണ്. ഒരു വില്ലനാണെങ്കിലും ഒരു കിട്ടില്ല ഒരു ലുക്കുള്ളൊരു സ്വാഗുള്ളൊരു മനുഷ്യൻ ജോൺ കോക്കൻ എന്ന് പറയുന്നത്. പിന്നെ വിവേക് പ്രസന്ന എന്ന് പറയുന്ന ആക്ടറുണ്ട്. പുള്ളി നല്ല കിട്ടില്ല ഒരു രീതിയിലാണ് ഈ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഫൈറ്റിലുണ്ട്, അത് കിട്ടില്ല, അത് നിങ്ങൾ കണ്ടിരിക്കണം. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ, പുള്ളിയുടെ ആ ഒരു ഫൈറ്റ് സീൻ വരുന്ന അവിടെ, അത് നിങ്ങൾ കാണണം. പിന്നെ നമുക്ക് അർജുൻ ചിദംബരം, പവൻ കൃഷ്ണ ഇവരൊക്കെയാണ് ഈ ഒരു മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവരും കാസ്റ്റിങ്ങിൻ്റെ ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. എല്ലാവരും വെൽ ട്രെയിൻഡ് കരാട്ടെ ഫൈറ്റ് സീക്വൻസസ് ചെയ്തിട്ടുമുണ്ട്. അതാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. ഈ മൂവിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് സുഭാഷ് കെ രാജാണ്. പ്രൊഡ്യൂസർ കൽപതി എസ് അഗോറ. മ്യൂസിക് രവി ബാസ്ര. എഗെയിൻ KGF, നമ്മുടെ മലയാളത്തിലെ കാട്ടാളൻ മാർക്കോ. നല്ല പെർഫെക്റ്റ് BGM, പെർഫെക്റ്റ് മ്യൂസിക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നല്ലൊരു പടം. ഫാമിലി ആയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് പോയി കാണേണ്ട ഒരു പടമാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫർ അരുൺ രാധാകൃഷ്ണൻ, എഡിറ്റർ പ്രദീപ് രാഘവ്, ആക്ഷൻ ഡയറക്ടർ ഫീനിക്സ് പ്രഭു.
പക്കയായിട്ട് ആക്ഷൻ സീക്വൻസസ് ചെയ്തിട്ടുണ്ട്. അതിപ്പം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മെയിൻ കാസ്റ്റിംഗ് അർജുൻ സർജ, പ്രീതി മുകുന്ദൻ, അഭിരാമി, ഇവരല്ലെങ്കിലും ഇവർ നന്നായിട്ട് പെർഫെക്റ്റ്ലി ചെയ്തിട്ടുണ്ട്. ഇവരെ കൂടാണ്ട് നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ്, അതായത് ഈ ഫൈറ്റ് സീക്വൻസസിലൊക്കെ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അവർ നല്ല എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ബ്ലെൻഡ് ചെയ്താണ് ആ ഒരു ഓരോ ഫൈറ്റ് സീക്വൻസസും പോണേ. ഇത് നമ്മളിപ്പോൾ ഇറങ്ങിയ കാട്ടാളൻ മൂവി മലയാളമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് കുറച്ച് വയലൻസ് ഒക്കെ ഉള്ളൊരു ഫൈറ്റ് ആക്ഷൻ പടം എന്ന് പറയാം നമുക്ക്. ഇത് ഒരു ഫൈറ്റ് പടം, കരാട്ടെ ഫൈറ്റ് പടമാണ്. വയലൻസ് അധികമില്ലാത്ത, സാഹചര്യം കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത്, അവർക്ക് കരാട്ടെ പഠിച്ചിട്ടുള്ളതിൻ്റെ കഴിവ് കൊണ്ട് അവർ ഫൈറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു മൂവി. അല്ല നാടൻ തല്ലല്ല, അത് നോട്ട് ചെയ്തോണം. സോ മൂവി പെർഫെക്റ്റ് ആണ്. എനിക്ക് ഔട്ട് ഓഫ് 5 ഞാൻ ഏകദേശം കൊടുക്കുന്നത് ഒരു 4.4 ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി മൂവി. സ്റ്റോറി കൊള്ളാം, ഫൈറ്റ് സീക്വൻസസ് ഉണ്ട്, സ്റ്റോറി ഉണ്ട്, ഫൈറ്റ് സീക്വൻസസ് ഉണ്ട്, നല്ല മേക്കിംഗ് ആണ്, കഥ നല്ല ഫ്ലോയിലാണ്. നല്ലൊരു ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, ഒരു ഹാപ്പി ക്ലൈമാക്സുമാണ്. സോ നല്ലൊരു പടം, പോയിരുന്ന് കാണണം. മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ ഇത് വാച്ച് ചെയ്യണം. തിയേറ്ററിൽ വാച്ച് ചെയ്താൽ ആ ഒരു ഫൈറ്റ് ഇടിക്കുമ്പോഴൊക്കെ ഉള്ളൊരു മുഴക്കമില്ലേ, അത് കിട്ടത്തുള്ളൂ. അപ്പോൾ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക, ആരും മറക്കണ്ട. മസ്റ്റായിട്ട് പോയി കണ്ടോളൂ. ബ്ലാസ്റ്റ് തമിഴ് മൂവി, അർജുൻ സാജയുടെ മൂവിയാണ്. കിട്ടില്ല പടം. അപ്പം നമ്മൾ അടുത്തൊരു പടമായിട്ട്, പടത്തിൻ്റെ റിവ്യൂമായിട്ട് വരുന്നതാണ്. അതുവരേക്കും സീ യു, ബൈ ഗൈസ്.